ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوان والأخوات، أوصيكم وإياي أولا بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هو الذي بعث في الأميين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾക്ക് വിധേയമായിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും തഖ്വ പാലിക്കുവാൻ, യഥാർത്ഥ മുത്തഖികളായി ജീവിതം നയിക്കുവാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമേ വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെ ഇഹപര ജീവിത വിജയം തഖ്വാബോധവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. പഠിച്ച തമ്പുരാൻ അവന്റെ മുത്തഖികളായ അടിമകളെ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ ദീനുൽ ഇസ്ലാം വിശ്വാസവും കർമ്മവുമാണ്, തത്വവും പ്രയോഗവുമാണ്, ഒരു ജീവിതക്രമമാണ് അത്. ഈ ജീവിതക്രമം മനുഷ്യാരംഭം മുതൽ മനുഷ്യൻ പരീക്ഷിച്ച് പ്രയോഗവൽക്കരിച്ച് വിജയിച്ച കാര്യം കൂടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽക്ക് ഇങ്ങോട്ട് അന്ത്യനാളിൽ ഈ ലോകത്തേക്ക് ജീവിക്കുവാൻ അവസരം ലഭിച്ച നമുക്കും മാർഗദർശകമാവേണ്ടത് ഇതേ ദീൻ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ദീൻ തികച്ചും പ്രായോഗികമാണ്.
എല്ലാ കാലഘട്ടത്തിലും ഒരേപോലെ കാലത്തിനനുസരിച്ച് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരു സംവിധാനമാണ് അല്ലാഹുവിന്റെ ദീൻ. അതുകൊണ്ട് തന്നെയാണ് കാലത്തെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള കരുത്ത് എന്നും ഈ ദീനിന് നിലനിൽക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിലയിൽ അല്ലാഹുവിന്റെ ദീൻ തത്വവും പ്രയോഗവുമായിട്ട്, വിശ്വാസവും കർമ്മവും അനുഷ്ഠാനവുമായിട്ട് നിലനിൽക്കുവാൻ വേണ്ടി തന്നെയാണ് പ്രവാചകന്മാരെ നിയോഗിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗ ദൗത്യത്തെക്കുറിച്ച് സൂറത്തുൽ ജുമുഅ 2-ാമത്തെ ആയത്തിൽ പടച്ച തമ്പുരാൻ അത് കൃത്യമായി എടുത്തു പറയുന്നുണ്ട്. അവനാണ് നിരക്ഷരരായ ആ സമൂഹത്തിൽ നിന്ന് അവർക്ക് വേണ്ടി തന്നെ ഒരു ദൂതനെ നിയോഗിച്ചത്. എന്തിന്? യത്ലു അലൈഹിം ആയാതി, അവന്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കുവാൻ വേണ്ടിയിട്ട്. മാത്രമല്ല വയുസക്കീഹിം, അവരെ സംസ്കരിക്കുവാൻ വേണ്ടി. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, വേദജ്ഞാനവും അതേപോലെ തത്വത്തിന്റെ പ്രായോഗികതയും അവരെ പഠിപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടി. ഈ പ്രവാചകന്റെ ആഗമനത്തിന് മുമ്പ് അവരുടെ അവസ്ഥ എന്തായിരുന്നു? വ്യക്തമായ വഴികേടിലായിരുന്നു അവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ നമുക്ക് ചരിത്രം പറഞ്ഞു തരുമ്പോൾ തീർച്ചയായും അവന്റെ ദീനിന്റെ പ്രായോഗികത എപ്രകാരമാണ് എന്ന് നാം ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. നമ്മുടെ നാട്ടിലും അല്ലാഹുവിന്റെ ദീൻ കടന്നു വന്നു ആദ്യ നൂറ്റാണ്ടിൽ തന്നെ. പിന്നീട് പല ഘട്ടങ്ങൾ പിന്നിട്ട് നാം ഇന്നത്തെ ചുറ്റുപാടിൽ എത്തിച്ചേർന്നിരിക്കണം. എന്നാൽ അല്ലാഹുവിന്റെ ദീൻ അതിന്റെ പൂർണ്ണതയോടുകൂടി അതിനെക്കുറിച്ചുള്ള അറിവും പ്രായോഗികതയും നമ്മുടെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്നതിന്റെ അടിസ്ഥാനപരമായ ഒരു കാരണം ഈ ദീനിനെ കൃത്യമായി വ്യവസ്ഥാപിതമായി പഠിപ്പിക്കപ്പെടാനുള്ള സംവിധാനം നമ്മുടെ മുൻഗാമികൾ ഒരുക്കി വെച്ചു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കേരളീയ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ ഒരു നൂറ്റാണ്ട് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 1914 മൗലാന ജാലിലകത്ത് എന്ന മഹാനായ പണ്ഡിതൻ ഇസ്ലാമിക മതവിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി, പരിഷ്കരണങ്ങളുടെ ഭാഗമായിട്ട് മദ്രസ പ്രസ്ഥാനം എന്നൊരു സംവിധാനത്തിന് തുടക്കം കുറിക്കുകയുണ്ടായി. കേരളീയ മുസ്ലിം ചരിത്രം പഠിക്കുമ്പോൾ സുപ്രധാനമായ ഒരു നാഴികക്കല്ലായി തന്നെ ഈ പ്രസ്ഥാനത്തെ നാം മനസ്സിലാക്കേണ്ടി വരും. മദ്രസ പ്രസ്ഥാനം എന്നത് നമ്മുടെ സമൂഹത്തിൽ ഇസ്ലാമിനെ കുറിച്ച് കൃത്യമായ അവബോധം സൃഷ്ടിക്കുവാൻ ഏറ്റവും പ്രയോജനപ്പെട്ട മഹത്തായ ഒരു സംരംഭമാണ്. ഒരുപക്ഷെ മുസ്ലിം സമൂഹത്തിനകത്തു നിന്ന് തന്നെ അതിനാദ്യഘട്ടത്തിൽ രൂക്ഷമായ എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും പിൽക്കാലത്ത് അതിനെ എതിർത്തവർ തന്നെ അതിന്റെ വക്താക്കളായി മാറുന്നത് കൂടി നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നത് അതിന്റെ ഒരു പ്രത്യേകതയാണ്. പൊതുവെ എല്ലാ പരിഷ്കരണ ശ്രമങ്ങളും എങ്ങനെയാണല്ലോ, ആദ്യഘട്ടത്തിൽ വേണ്ടത്ര അതിനെക്കുറിച്ച് തിരിച്ചറിവ് നേടാത്തത് കാരണം പലരും വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും പിന്നീട് അവർ തന്നെ അത് ഏറ്റെടുക്കുകയും ചെയ്യുന്ന സാഹചര്യം പലപ്പോഴും നമുക്ക് കാണാൻ കഴിയും. തീർച്ചയായും ആ മദ്രസ പ്രസ്ഥാനം നമ്മുടെ കേരളീയ ഇസ്ലാമിക പശ്ചാത്തലത്തിൽ സൃഷ്ടിച്ചിട്ടുള്ള പരിവർത്തനങ്ങൾ വളരെ വലുതാണ് നമുക്ക് കാണാം. അത്തരം മദ്രസകളാണ് ഇന്ന് വലിയ ജാമിയകളും വലിയ വലിയ കലാലയങ്ങളുമായിട്ട് രൂപം പ്രാപിച്ചത് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും. പ്രത്യേകിച്ച് നാം മറ്റ് സമൂഹങ്ങളുമായി അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ ഇസ്ലാമിക അവബോധം വളരെ കൂടുതലാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. നമ്മുടെ നാട്ടിലിപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളികൾ ധാരാളമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അറബിയിലുള്ള നീളൻ പേരുകൾ അവർക്കുണ്ടായിരിക്കും. പക്ഷേ ഇസ്ലാമിന്റെ പ്രാഥമികമായ കാര്യങ്ങൾ പോലും പലർക്കും അറിയില്ല എന്നതൊരു വസ്തുതയാണ്. അവിടെയാണ് ഈ മദ്രസ പ്രസ്ഥാനം
നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിച്ച വലിയ വിപ്ലവത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല, ഒരുപക്ഷെ ജീവിതയാത്രയിൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഇസ്ലാമികമായ പശ്ചാത്തലത്തിൽ നിന്ന് അകന്നു പോകുന്ന പലരും പിന്നീട് ഇസ്ലാമിക ചുറ്റുപാടിലേക്ക് തിരിച്ചു വരുമ്പോൾ പുതുതായിട്ട് ഇസ്ലാമിനെ കുറിച്ച് ഒന്നും പഠിക്കേണ്ടതില്ലാത്ത വിധം വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് ഇസ്ലാമിക അനുഷ്ഠാനങ്ങളിലേക്കും കാഴ്ചപ്പാടിലേക്കും തിരിച്ചെത്താൻ കഴിയുന്നത് അവരുടെ മനസ്സിൽ അടിത്തറയായിട്ട് ഈ ഇസ്ലാമിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ നേരത്തെ രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് കാണാം. അത് തന്നെയാണ് മദ്രസ സംവിധാനത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് തിരിച്ചറിയണം നമ്മുടെയൊക്കെ മനസ്സുകളിൽ. തീർച്ചയായും നാം പരതി നോക്കുമ്പോൾ കഴിഞ്ഞു പോയ നാടുകളിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ എവിടെയോ ഒരു ഉസ്താദ് ഒളിഞ്ഞിരിക്കുന്നതായിട്ട് കാണും. അന്ന് കാര്യങ്ങൾ ചൊല്ലി പഠിപ്പിച്ചു തന്ന, നമസ്കാരത്തിന്റെ രീതികൾ പഠിപ്പിച്ച, മുഖം ചെയ്യേണ്ട രീതികൾ പ്രായോഗികമായിട്ട് കാണിച്ചു തന്ന ഒരു ഉസ്താദ് നമ്മുടെയൊക്കെ മനസ്സുകളിൽ ഉണ്ടാവും. അതൊരു നല്ല ഓർമ്മയാണ്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംസ്കാരവും ആചാര അനുഷ്ഠാനങ്ങളും എല്ലാം രൂപപ്പെട്ടു വരുന്ന കളിത്തൊട്ടിലായിട്ട് തന്നെ നമുക്ക് നമ്മുടെ മദ്രസ സംവിധാനത്തെ കാണാൻ കഴിയും എന്നുള്ളതാണ്. ഒരുപക്ഷെ പെറ്റു വീഴുമ്പോൾ തന്നെ കാതുകളിൽ കരിമ കേൾപ്പിക്കപ്പെട്ടവരാണ് നാം. ആ കുഞ്ഞു കാതുകളിൽ ജനിച്ച സമയത്ത് തന്നെ ബാങ്ക് കേൾപ്പിക്കപ്പെട്ടു, അതേപോലെ ഇഖാമത്ത് കേൾപ്പിക്കപ്പെട്ടു. പെറ്റു വീഴുമ്പോൾ ആദ്യമായി കേൾക്കേണ്ടത് അല്ലാഹുവിന്റെ നാമമായിരിക്കണം എന്നുള്ള പ്രവാചക അധ്യാപനത്തിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ സംഭവിച്ചത്. എന്നാൽ പിന്നീട് വളർന്നു വരുമ്പോൾ ഒരു പ്രത്യേക പ്രായത്തിൽ, ചെറിയ പ്രായത്തിൽ തന്നെ ഓരോ കാര്യവും ചൊല്ലിപ്പഠിച്ച് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ വിശ്വാസവും അനുഷ്ഠാനങ്ങളും രൂപപ്പെട്ടു വരുന്നത് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാവും. അതുകൊണ്ട് തന്നെയാണ് കാലം എത്ര പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും നമ്മുടെ വിദ്യാഭ്യാസ രീതികൾ ആകെ വഴിമാറിപ്പോയിരിക്കുന്നു എന്ന് പരിതപിക്കുമ്പോഴുമൊക്കെ തീർച്ചയായും നമ്മുടെ മക്കളിൽ അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ചുള്ള അടിത്തറ ഇട്ടുകൊടുക്കുവാൻ ഈ സംവിധാനമല്ലാതെ നിലവിൽ മറ്റൊന്നില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അത് വേണ്ട വിധത്തിൽ പരിഷ്കരിച്ച് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മുടെ മുൻ തലമുറയിലെ പണ്ഡിതന്മാർ നമ്മുടെ മക്കൾ ആദ്യമായി പഠിക്കേണ്ടത്, അറിയേണ്ടത് അല്ലാഹുവിന്റെ ദീനായിരിക്കണം എന്ന് അങ്ങേയറ്റം ശാഠ്യം പിടിച്ചിരുന്നു. പറയും പഠിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ മറ്റ് ഭാഷയോ മറ്റ് കാര്യങ്ങളോ അറിയുന്നതിന് മുമ്പായി ഒന്നാമതായി അല്ലാഹുവിനെ കുറിച്ചും അവന്റെ ദീനിനെ കുറിച്ചുമുള്ള കൃത്യമായ കാഴ്ചപ്പാട് മക്കളുടെ മനസ്സുകളിൽ ഉണ്ടാകണം എന്നവർക്ക് അങ്ങേയറ്റത്തെ ശാഠ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് തലമുറകളായി അല്ലാഹുവിന്റെ ദീൻ ഏറ്റുവാങ്ങുവാനും വരും തലമുറകൾക്ക് ഇത് പങ്കുവെക്കുവാനുമുള്ള കൃത്യമായ തിരിച്ചറിവ് നമുക്ക് ലഭിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാമല്ലോ, മദ്രസയിലെ പാഠ്യക്രമങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ ദീനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് വിശ്വാസമാണ്, കർമ്മമാണ്, ഇത് തത്വമാണ്, പ്രയോഗമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി പഠിച്ചറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ മറ്റ് മതവിഭാഗങ്ങളെ പോലെ ചില ആചാരങ്ങളും സമ്പ്രദായങ്ങളും ശീലങ്ങളും എന്നതല്ല ഇസ്ലാം. അതുകൊണ്ടാണല്ലോ വിശുദ്ധ ഖുർആനിന്റെ ആരംഭം നീ വായിക്കുക എന്ന് തന്നെ ആയത്. നീ വായിക്കുക എന്ന ആദ്യവചനം നാം 5 നേരവും നിത്യജീവിതത്തിൽ ചെയ്തുകൊണ്ടേയിരിക്കുന്ന നമസ്കാരത്തെ കുറിച്ചല്ല ആദ്യം പറയുന്നത്. നീ നമസ്കരിക്കുക എന്നാവേണ്ടിയിരുന്നു. പക്ഷെ അങ്ങനെയല്ല, നീ വായിക്കുക, അറിയുക എന്നാണ് ഇസ്ലാമിന്റെ ആരംഭം. അറിവിൽ നിന്നാണ് അത് ആരംഭിക്കുന്നത്. അന്ധമായ അനുകരണത്തിൽ നിന്നല്ല, തിരിച്ചറിവിൽ നിന്ന് തന്നെയാവണം അല്ലാഹുവിനെ കുറിച്ചുള്ള തിരിച്ചറിവ്. അതേപോലെ തന്നെ തന്റെ ജീവിത ചുറ്റുപാടുകളെ കുറിച്ചുള്ള തിരിച്ചറിവ്. ഇവ രണ്ടും പരസ്പരം സംയോജിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ദീനനുസരിച്ച് എങ്ങനെ തന്റെ ജീവിത പരിസരത്തെ ക്രമീകരിക്കണം എന്നുള്ള തിരിച്ചറിവാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ടാണ് മദ്രസ പ്രസ്ഥാനത്തിന്റെ ആരംഭം മുതൽക്ക് തന്നെ മദ്രസകളിൽ പഠിപ്പിക്കപ്പെടുന്ന വിഷയങ്ങൾ ക്രമീകരിക്കപ്പെട്ടത് എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വളരെ കൃത്യമായ കാഴ്ചപ്പാടോടുകൂടിയാണത്. ദീനിയ എന്ന് പറഞ്ഞാൽ ആദർശപരമായ
വിശ്വാസപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതായിരിക്കും അത്. പിന്നെ അമലിയാത്തുണ്ട്, അനുഷ്ഠാന കർമ്മങ്ങളെ കുറിച്ച്. പിന്നെ അഖ്ലാഖുണ്ട്, സ്വഭാവ ചര്യകളെ കുറിച്ച് പഠിപ്പിക്കുന്നത്. പിന്നെ കഴിഞ്ഞുപോയ സമൂഹത്തിന്റെ ഉത്കൃഷ്ടമായ ചരിത്രങ്ങൾ. ഇവയെല്ലാം യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആ നിലക്ക് അനുഷ്ഠിച്ച് പരിശീലിച്ച് പ്രയോഗവൽക്കരിക്കേണ്ട കാര്യങ്ങളാണ് എന്ന് നമുക്ക് ബോധ്യമാവും. പക്ഷെ പലപ്പോഴും നമ്മുടെ സമീപനം, മദ്രസ സംവിധാനത്തോടുള്ള നമ്മുടെ സമീപനം അങ്ങനെ ആകുന്നില്ല എന്നതാണ്. 10,000-കണക്കിന് മദ്രസകൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുണ്ട്. ധാരാളം മക്കൾ അവിടെ പഠിച്ചു വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേ സമയത്ത് നാം പരസ്പരം പങ്കുവെക്കുന്ന ഒരു സങ്കടമുണ്ട്. ഒരുപക്ഷെ മറ്റ് സമുദായത്തിലെ മക്കളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ മക്കൾ സാംസ്കാരികമായി അത്രയൊന്നും ഉയർന്നു നിൽക്കുന്നില്ല എന്നൊരു സങ്കടം ആത്മപരിശോധന വേളകളിൽ, നമ്മുടെ ആഭ്യന്തര ചർച്ചകളിൽ പലപ്പോഴും രൂപപ്പെട്ടു വരാറുള്ളതാണ്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്? ഇത്രമാത്രം സംവിധാനങ്ങൾ ഓർത്തു നോക്കൂ. മറ്റ് സമുദായങ്ങളിൽ ഒന്നുമില്ല. ഇത്ര സമയം, ഇത്രയും അധ്വാനം ചെലവഴിച്ച് ഒരുപാട് കെട്ടിടങ്ങളും ഒരുപാട് ഉസ്താദുമാരും കൃത്യമായ സിലബസും സംവിധാനങ്ങളുമായിട്ട് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോയിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ അകത്തളങ്ങളിൽ ഇങ്ങനെയൊരു സങ്കടം പിന്നെയും ബാക്കിയാവുന്നത്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്ലാം അനുഷ്ഠാനമാണ് എന്നത് പലപ്പോഴും നാം മറന്നു പോകുന്നു എന്നതാണ്. ഇസ്ലാം അറിവും തത്വവും മാത്രമല്ല, അത് അനുഷ്ഠാനമാണ് എന്ന് പറയുമ്പോൾ അത് പരിശീലിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റേണ്ടതാണ്. നിർവഹിച്ചത് അവരെ സംസ്കരിക്കുന്ന പ്രവാചകൻ, അവരുടെ ജീവിതത്തെ, അവരുടെ സ്വഭാവത്തെ, പ്രകൃതത്തെ സംസ്കരിച്ച് രൂപപ്പെടുത്തിയെടുക്കുക, അതോടൊപ്പം വൈജ്ഞാനികമായ വളർച്ചയും സൃഷ്ടിക്കുക എന്ന രണ്ടും പരസ്പരം കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള സമീപന രീതി അതിലേറ്റവും പ്രധാനമാണ് എന്ന് മനസ്സിലാക്കണം. സ്കൂൾ വിദ്യാഭ്യാസം പോലെയല്ല. ദൈവവിശ്വാസിയായ ഒരു കുട്ടി പലപ്പോഴും അവിശ്വാസങ്ങൾ പഠിക്കേണ്ടി വരുന്നു. സ്കൂളിൽ ഡാർവിന്റെ സിദ്ധാന്തം പഠിക്കേണ്ടി വരുന്നു. അത് പഠിച്ച് പരീക്ഷ എഴുതിയാലേ മാർക്ക് ലഭിക്കുകയുള്ളൂ എന്നതുകൊണ്ട് പഠിച്ചേ പറ്റൂ. പക്ഷെ അവന്റെ ജീവിതവുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. അതുപോലെ ഒരുപാട് തത്വങ്ങൾ പലതരത്തിലുമുള്ള പലരുടെയും കാഴ്ചപ്പാടുകൾ നമ്മുടെ ഭൗതിക വിദ്യാഭ്യാസ ക്രമത്തിൽ ഉണ്ട്. പലതും അപ്രായോഗികമാണ്, പലതും തന്റെ ഭാവി ജീവിതത്തിൽ നിഷ്പ്രയോജനകരമാണ്, ഒരു വിധത്തിൽ ഗുണം ചെയ്യാത്തതാണ്. അതേസമയം നമ്മുടെ മക്കൾ മദ്രസയിൽ പഠിക്കുമ്പോഴോ സലാം ചൊല്ലലിനെ കുറിച്ച് പഠിച്ചു. അത് അന്ന് മുതൽ ആ കുട്ടിയുടെ നിത്യജീവിതത്തിൽ അനിവാര്യമായി ഉണ്ടായിരിക്കേണ്ടതാണ്. പക്ഷെ കുട്ടി വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ, സലാം ചെല്ലുമ്പോൾ പലപ്പോഴും മാതാപിതാക്കൾ പോലും നടക്കുന്നില്ല. ഇനി കുട്ടി വീട്ടിലിരിക്കുകയാണ്, ഉമ്മറത്തിരിക്കുകയാണെങ്കിൽ മാതാപിതാക്കൾ കയറി വരുമ്പോൾ കുട്ടിയോട് സലാം പറയുന്നില്ല. സ്വാഭാവികമായും മക്കൾക്ക് എന്താ തോന്നാം? ഇത് വെറുതെ ചൊല്ലി പഠിക്കാനുള്ള, പരീക്ഷയ്ക്ക് എഴുതാനുള്ള എന്തോ ഒരു അറിവ് മാത്രമാണ് എന്നായിരിക്കും മക്കളുടെ മനസ്സിൽ ബാക്കിയാവുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ജീവിതവുമായി ബന്ധമില്ലാത്ത, പരലോകവുമായിട്ട് ബന്ധമില്ലാത്ത, കേവലം പരീക്ഷ പാസ്സാവാനുള്ള ഒരു മാർഗം മാത്രമായി മദ്രസ വിദ്യാഭ്യാസം അധപ്പതിച്ചു പോകുന്നത്. ഇതിൽ രക്ഷിതാക്കൾക്കും മുഖ്യമായ പങ്കുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഈ സംവിധാനത്തെ നിലനിർത്തി പരിപോഷിപ്പിച്ച് അതിന്റെ പ്രയോജനം തലമുറകളിലേക്ക് കൈമാറിക്കൊണ്ടേയിരിക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ ദീൻ അങ്ങനെയാണല്ലോ. നാം ഓരോരുത്തരും ഈ മാർഗത്തിലെ പ്രബോധകന്മാരാണ്. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യത്തി. എല്ലാവരും, നിങ്ങളെല്ലാവരും ഭരണകർത്താക്കളാണ്, എല്ലാവരും നേതാക്കളാണ്, എല്ലാവരുടെയും കീഴിൽ അനുയായികളുണ്ട്. മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മക്കൾ അവരുടെ അനുയായികളാണ്, അവരുടെ ഭരണീയരാണ്. എങ്കിൽ അല്ലാഹുവിന്റെ ദീനിന്റെ ചിട്ടകൾ, ദീനിന്റെ സംസ്കാരം കൃത്യമായി അവർക്ക് പകർന്നു കൊടുക്കുവാൻ നിരന്തരമായിട്ട് ശ്രമിക്കേണ്ടതുണ്ട്. വളരെ പ്രധാനമാണ്. പക്ഷെ മദ്രസ പ്രസ്ഥാനം ഇന്ന് പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതിലൊന്ന്,
അങ്ങേയറ്റം സംഘടനാവൽക്കരിക്കപ്പെട്ട് സങ്കുചിതമായ കാഴ്ചപ്പാടിലേക്ക് അത് ഒതുങ്ങിപ്പോകുന്നു എന്നുള്ളതാണ്. ആരോടാണ് സലാം ചൊല്ലേണ്ടത്, സലാം ചൊല്ലേണ്ടത് എങ്ങനെയാണ് എന്ന് പഠിപ്പിക്കുന്നതിന് പകരം ആരോടൊക്കെയാണ് സലാം ചൊല്ലാതിരിക്കേണ്ടത് എന്ന് പഠിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥ നമ്മുടെ മദ്രസകളിൽ സംഭവിക്കുന്നത്. സമുദായത്തിനകത്തുള്ളവരോട് എങ്ങനെ ഏറ്റവും നന്നായി പെരുമാറാം എന്ന് പഠിപ്പിക്കപ്പെടുന്നതിന് പകരം ആരിൽ നിന്നൊക്കെയാണ് മക്കൾ അകന്നു നിൽക്കേണ്ടത് എന്ന് വിഷം കുത്തിവെക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. സമുദായത്തിനകത്ത് വിദഗ്ധകളുണ്ട്, ശരിയാണ്. പക്ഷെ അങ്ങനെ സംഭവിക്കുമ്പോൾ അത്തരക്കാരെ പുച്ഛിച്ച് അപമാനിച്ച് മാറ്റി നിർത്തുക എന്ന സമീപന രീതിയിലേക്ക് തീവ്രമായ ചിന്തകൾ കടന്നെത്തുന്നു. അങ്ങനെയല്ലല്ലോ. അല്ലാഹുവിന്റെ ദീനിനെ അതിന്റെ തെളിമയോടുകൂടി മക്കൾ പഠിക്കേണ്ടതുണ്ട്. അതോടൊപ്പം പെരുമാറ്റ മര്യാദകളും സംസ്കാരവും കൃത്യമായി അവർ അറിയേണ്ടതുണ്ട്. ആരാണ് കാഫിർ എന്ന് പറഞ്ഞാൽ, ആരാണ് മുശ്രിക് എന്ന് പറഞ്ഞാൽ, തന്റെ അയൽവാസി കാഫിറാണോ അല്ലയോ എന്തായിരിക്കും മക്കൾ മനസ്സിലാക്കുന്നത്? തീർച്ചയായും അവർ നമ്മുടെ അയൽവാസികൾ മാത്രമാണ്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാർ മാത്രമാണ്. അവരെപ്പോഴാണ് കാഫിർ എന്ന സാങ്കേതിക പ്രയോഗത്തിൽ ഒതുങ്ങുന്നത് എന്ന് ചോദിച്ചാൽ അവർ ഇസ്ലാമിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കണം. അവർക്ക് പഠിക്കാനുള്ള അവസരം കൊടുക്കണം. അങ്ങനെ പൂർണ്ണമായി ബോധ്യപ്പെട്ടതിന് ശേഷവും ഇതാണ് സത്യം എന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു, പക്ഷേ ഞാൻ ഇത് അംഗീകരിക്കാൻ സന്നദ്ധനല്ല എന്ന് ഒരാൾ വെളിപ്പെടുത്തുമ്പോൾ മാത്രമാണ് ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ അയാളെ സത്യനിഷേധി എന്ന് വിളിക്കാൻ കഴിയുള്ളൂ. പലപ്പോഴും നമ്മുടെ മക്കളുടെ മനസ്സുകളിൽ രൂപപ്പെട്ടു വരുന്ന കാഴ്ചപ്പാട്, വികലമായ കാഴ്ചപ്പാട്, മുസ്ലിം അല്ലാത്തവരൊക്കെയും കാഫിറായിരിക്കും എന്നുള്ളതാണ്. നമ്മുടെ സ്വഭാവ സംസ്കരണ രീതിയിലൊക്കെയും അത് പലപ്പോഴും സ്വാധീനിച്ചെടുക്കുന്നുണ്ട്. വളരെ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇടപെടലുകളിൽ, പെരുമാറ്റ മര്യാദകളിൽ പോലും മറ്റുള്ളവരെ വേണ്ടത്ര പരിഗണിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നാം അധപ്പതിച്ചു പോകുന്നത് എന്നത് വളരെ ഭയപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് എന്ന് മനസ്സിലാക്കേണ്ടത്. ഈ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം എന്താണ്? പലപ്പോഴും നാം മനസ്സിലാക്കുന്നത് അത്യാവശ്യം മക്കൾ അക്ഷരങ്ങൾ പഠിക്കണം, പിന്നെ ഖുർആൻ ഓതാൻ പഠിക്കണം, നമസ്കരിക്കാനും പഠിക്കണം. അതിനപ്പുറം എന്താണ് മദ്രസ ഉദ്ദേശിക്കുന്നത്? അതിന് അത്യാവശ്യം പഠിച്ചു കഴിഞ്ഞാൽ ഒരു 4ഓ 5ഓ ക്ലാസ്സിലേക്ക് കുട്ടി എത്തുമ്പോഴേക്ക് കുട്ടിയെ മദ്രസയിൽ നിന്ന് അടർത്തിക്കൊണ്ടു പോവുകയാണ്. കാരണം അവന്റെ ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് ഒരിക്കലും യാതൊരു പിന്നാക്കാവസ്ഥയും ഉണ്ടാകരുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പലതരത്തിലുള്ള ട്യൂഷനും മറ്റു സംവിധാനങ്ങളൊക്കെ നമ്മൾ നൽകുന്നു. ആവശ്യമാണ് തീർച്ചയായും. പക്ഷെ അതേ സമയത്ത് അല്ലാഹുവിന്റെ ദീനിനെ പഠിക്കുന്ന വിഷയത്തിൽ മക്കൾ പിറകോട്ട് കൊണ്ടുപോയി കേവലം ഭൗതികമായ അറിവ് മാത്രം നൽകിയാൽ അത് നമ്മുടെ ദുനിയാവിലും നാളെ പരലോകത്തും പ്രയാസമുണ്ടാക്കും. ഇതേ മക്കൾ പിന്നീട് നമുക്കെതിരായി വരുന്ന സാഹചര്യം ഉണ്ടാകും. കാരണം ദീന് പഠിക്കാത്ത മക്കൾ, ഭൗതികമായ അറിവ് മാത്രം നേടുന്ന മക്കൾ പിന്നീട് മാതാപിതാക്കൾക്ക് തന്നെ ഭാരമായി തീരുന്ന, ഈ ലോകത്ത് തന്നെയും തങ്ങൾക്ക് പ്രയോജനപ്പെടാത്ത സാഹചര്യം ഉണ്ടാകും എന്നത് വളരെ ഗൗരവത്തോടുകൂടി നാം കാണേണ്ട ഒരു വിഷയമാണ്. അല്ലാഹുവിന്റെ ദീനിനെ ഈ കാലഘട്ടത്തിൽ ഏറ്റെടുക്കുവാൻ കരുത്തുള്ള, ദീനിന്റെ വക്താക്കളായി മാറാൻ കഴിയുന്ന സാഹചര്യമാണ് യഥാർത്ഥത്തിൽ നാം അവർക്ക് ഒരുക്കി കൊടുക്കേണ്ടത്. ദീനിന്റെ വക്താക്കളായി മാറാൻ കഴിയണം അവർക്ക്. പ്രത്യേകിച്ച് പ്രതികൂലമായ നമ്മുടെ ചുറ്റുപാടിൽ പലതരം വെല്ലുവിളികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. മീഡിയകൾ ഇസ്ലാമിനെതിരിൽ വളരെ ബോധപൂർവം, വളരെ ശക്തമായ ദുഷ്പ്രചരണങ്ങൾ, തെറ്റിദ്ധാരണകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. അവിടെ മക്കൾ പതറിപ്പോകാൻ പാടില്ല. എന്താണ് അല്ലാഹുവിന്റെ ദീൻ എന്ന് കൃത്യമായി പഠിച്ചറിഞ്ഞ് നിലപാട് സ്വീകരിക്കാൻ നമ്മുടെ മക്കൾക്ക് കഴിയേണ്ടതുണ്ട്. നിങ്ങൾ ഓർക്കുന്നില്ലേ, ഒരു കുട്ടിയെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കുടുംബത്തെ വിളിച്ചു കൂട്ടിയിട്ട് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അങ്ങനെ ബോധ്യപ്പെടുത്തിയിട്ട് എന്നെ പിന്തുണക്കുവാൻ, അല്ലാഹുവിൽ വിശ്വസിക്കുവാൻ ആരുണ്ട് എന്ന് ചോദിച്ചപ്പോ പെട്ടെന്ന് കൈപൊക്കിയ ഒരു ചെറിയ കുട്ടിയുണ്ട്. ആ കുട്ടിയോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അല്ല മോനെ, വാപ്പയോട് ചോദിക്കണ്ടേ ഇസ്ലാം സ്വീകരിക്കുമ്പോ എന്ന് കുട്ടിയോട് ചോദിച്ചു. ആ സമയത്ത് കുട്ടിയുടെ പ്രതികരണം എന്തായിരുന്നു? വാപ്പയോട് ചോദിച്ചിട്ടല്ലല്ലോ എന്റെ റബ്ബ് എന്നെ പഠിച്ചത് എന്നായിരുന്നു.
ആലോചിച്ച് നോക്കാം, ഈ കുട്ടിയുടെ മനസ്സിൽ ഇത്ര കൃത്യമായ നിലപാട് എങ്ങനെ രൂപപ്പെട്ടു വന്നു? ആ കുട്ടിയാണ് മഹാനായ അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. നമുക്കറിയാം, പക്ഷേ ഇത്ര കൃത്യമായ നിലപാട് അല്ലാഹുവിന്റെ ദീൻ സ്വീകരിക്കുമ്പോൾ ഇത്രയും കാലം ശീലിച്ചു വന്ന സമ്പ്രദായങ്ങളെ, ആചാരങ്ങളെ കൈയൊഴിക്കുമ്പോൾ തീർച്ചയായും ഗുരുതരമായ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ജീവിതത്തെ പറിച്ചു നടുമ്പോൾ മാതാപിതാക്കളോട് ചോദിക്കണ്ടേ? കൃത്യമായ മറുപടിയാണ്. അവരോട് ചോദിച്ചിട്ടല്ലല്ലോ എന്റെ റബ്ബ് എന്നെ പടച്ചത്. ഇങ്ങനെ നമ്മുടെ മക്കൾ മറുപടി പറയുന്ന ഒരു കാലം ഉണ്ടാകുമോ? ആലോചിച്ച് നോക്കാം. അവിടെയാണ് ഈ സംവിധാനത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. നമ്മുടെ ചുറ്റുപാട് വളരെ മലീമസമാണ്, തിന്മകൾ നിറഞ്ഞു നിൽക്കുന്നതാണ്. സോഷ്യൽ മീഡിയകളുടെയും മറ്റും ദുസ്വാധീനം വളരെ വലുതാണ്. അവിടെ കൃത്യമായ വഴിയിലൂടെ മക്കൾ മുന്നോട്ട് പോകണമെങ്കിൽ ഈ സംവിധാനത്തിന്റെ ഭാഗമായി പറ്റുക. അതിലേറ്റവും പ്രധാനം രക്ഷിതാക്കളുടെ നിലപാട് തന്നെയാണ്. നാം ഈ സംവിധാനത്തെ എങ്ങനെ കാണുക? നേരത്തെ പറഞ്ഞ എങ്ങനെയെങ്കിലും കൂട്ടി വായിക്കാൻ പഠിച്ച് അത്യാവശ്യം നമസ്കരിക്കാൻ പഠിച്ചാൽ കുട്ടിയെ പറിച്ചെറിഞ്ഞ് കൊണ്ടുപോകാം എന്ന് തന്നെയാണ് നാം തീരുമാനിക്കുന്നത്. എങ്കിൽ അതേ കിട്ടുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ മെല്ലെ മെല്ലെ അതിൽ നിന്ന് കുട്ടി പിറകോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകും. ഒന്നാമതായിട്ട് മാതാപിതാക്കൾ മാതൃകയാവണം. നേരത്തെ സൂചിപ്പിച്ചല്ലോ, സലാം പറയുന്ന വിഷയം മുതൽ നമസ്കാരവും ഖുർആനുമായുള്ള ബന്ധവും ഇസ്ലാമിക സംസ്കാരവും എല്ലാ രംഗത്തും മാതാപിതാക്കൾ അവർക്ക് മാതൃകയായിരിക്കണം. ഓരോ പാഠങ്ങളും ഉസ്താദിൽ നിന്ന് നമ്മുടെ മക്കൾ പഠിക്കുമ്പോൾ അതിന്റെ പ്രയോഗവൽക്കരണം വീട്ടിൽ കാണാനും അനുഭവിക്കാനുമുള്ള അവസരം അവർക്ക് കിട്ടണം. അതുകൊണ്ടാണ് എന്റെ ഉമ്മയും വാപ്പയും എന്നോട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത് എന്ന് പാഠങ്ങൾ പഠിക്കുമ്പോൾ കുട്ടിക്ക് അതോട് ചേർത്ത് വായിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട്. പക്ഷേ ദൗർഭാഗ്യവശാൽ രക്ഷിതാക്കളുടെ മാനസികാവസ്ഥ ആ തലത്തിലേക്ക് വന്നിട്ടില്ല. ഒന്ന് താരതമ്യം ചെയ്ത് നോക്കൂ. സ്കൂളിനോടും മദ്രസയോടുമുള്ള നമ്മുടെ സമീപന രീതി. കുട്ടിയെ മദ്രസയിലേക്ക് പറഞ്ഞേക്കുന്നതും അതേ കുട്ടിയെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുന്നതും രണ്ട് മാനസികാവസ്ഥയിലല്ലേ പലപ്പോഴും. മദ്രസയിലേക്കാണെങ്കിൽ കുട്ടി രാത്രി ഉറങ്ങാൻ കിടന്ന അതേ ഡ്രസ്സിൽ തന്നെ എഴുന്നേൽപ്പിച്ചു വിടുക. പല്ല് തേച്ചോ കുളിച്ചോ ഒന്നും പലപ്പോഴും നമ്മൾ അന്വേഷിക്കുന്നില്ല. സ്കൂളിലേക്കാകുമ്പോഴോ തലേന്ന് തന്നെ യൂണിഫോം പ്രത്യേകം എടുത്ത് ഇസ്തിരിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് സമയത്തിന് മുമ്പ് തന്നെ, വണ്ടി വരുന്നതിന് മുമ്പ് കുട്ടി ഗേറ്റിലെത്തിയിട്ടുണ്ടാവും. കാരണം സമയം തെറ്റിയാല് സ്കൂളിലേക്ക് കയറ്റില്ല എന്നറിയാം. ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ടാവും. അതായത് മദ്രസയിൽ ഏത് സമയത്ത് കയറി ചെന്നാലും കുഴപ്പമില്ല. ഈ ഒരു മാനസികാവസ്ഥ പലപ്പോഴും മാതാപിതാക്കൾ തന്നെയാണ് സൃഷ്ടിച്ചു കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിൽ ഈ സംവിധാനത്തിന് ഇത്രയേ പ്രാധാന്യമുള്ളൂ എന്നുള്ളതാണ് പ്രശ്നം. പല കാര്യങ്ങളും പരിശോധിച്ച് നോക്കുക. യൂണിഫോമും സമയനിഷ്ഠയും അതുപോലെ PTA മീറ്റിങ്ങും മറ്റ് ആ ഘടനയുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളുണ്ടല്ലോ. ഒരു സ്ഥാപനം എന്ന നിലക്കുള്ള നമ്മുടെ സമീപന രീതി എന്താണ് എന്ന് ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. സ്വാഭാവികമായും മക്കളുടെ മനസ്സിൽ അത്രയേ ഉണ്ടാവുള്ളൂ. ഉമ്മ പറഞ്ഞിട്ടുണ്ട് ഈ ഡ്രസ്സ് തന്നെ മതി. അപ്പൊ കുട്ടിയുടെ മനസ്സിൽ ഒരു കാഴ്ചപ്പാട് രൂപപ്പെട്ടു വരും. മദ്രസ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, സ്കൂളാണ് പ്രധാനം എന്ന് കുട്ടിയുടെ മനസ്സ് സ്വാഭാവികമായും വായിച്ചെടുക്കാൻ ചെയ്യുന്നത്. നാം മനസ്സിലാക്കേണ്ടത് കേവലം താലീം നൽകുക എന്നുള്ളതല്ല. താലീം എന്ന് പറഞ്ഞാൽ അറിവ് കൈമാറുക എന്നുള്ളതാണ്. അതിനപ്പുറത്ത് തെർബിയ എന്ന് പറഞ്ഞാൽ പരിശീലിപ്പിച്ച കാര്യങ്ങളെ കൃത്യമായിട്ട് അനുഷ്ഠിപ്പിച്ച് അനുഷ്ഠാനമാക്കി മാറ്റിയിട്ട് ജീവിതത്തിന്റെ ഭാഗമായി മാറുമ്പോൾ മാത്രമാണ് അല്ലാഹുവിന്റെ ദീനിനെ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അത് വളരെ ബോധപൂർവം കൃത്യമായ പ്ലാനിങ്ങോടുകൂടി തന്നെ നിർവഹിക്കപ്പെടേണ്ട ഒന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളോട് സ്വീകരിച്ച സമീപന രീതി ചരിത്രത്തിൽ കൃത്യമായുണ്ട്. എങ്ങനെയാണ് അവരെ വളർത്തിയെടുത്തത്? മക്കളോട്, പേരമക്കളോട്, ചെറിയ ചെറിയ കുട്ടികളോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപനം എന്തായിരുന്നു? എല്ലാറ്റിനും ഉപരി അവരുടെ മനസ്സുകളിൽ ദീനിന്റെ വിത്ത് വാങ്ങുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രമിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രവാചക കാലഘട്ടത്തിന് ശേഷം ഖുലഫാഉർ റാഷിദുകൾ എന്നൊരു സംഘം രംഗത്ത് വന്നത്. പ്രവാചകന് ശേഷം എന്ത് എന്നൊരു ഗുരുതരമായ ചോദ്യമുണ്ടല്ലോ.
ആ ചോദ്യത്തിന്റെ ഉത്തരം കൃത്യമായി നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരുന്നു. അതാണ് ഇസ്ലാമിന്റെ ഖലീഫമാർ, മഹാന്മാരായ ഖലീഫമാർ. മാത്രമല്ല പിന്നീട് തുടർന്ന് അങ്ങോട്ടും ഈ ദീൻ നിലനിൽക്കാൻ ആവശ്യമായ വൈജ്ഞാനിക അടിത്തറ സമൂഹങ്ങൾക്ക് പകർന്നു കൊടുക്കാനുള്ള സംവിധാനം മഹാന്മാരായ പണ്ഡിതന്മാരെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രൂപപ്പെടുത്തി. 3 അബ്ദുള്ളമാർ ചരിത്രത്തിലുണ്ട്. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ്, അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ്, അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹും. ഇവരൊക്കെയും അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് കൃത്യമായി ആധികാരികമായി ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിവുള്ളവരായിരുന്നു. ഇങ്ങനെ തലമുറകളിലേക്ക് ഈ സംവിധാനത്തെ കൈമാറ്റം ചെയ്യാനുള്ള ഒരു മഹാസംരംഭം എന്ന നിലക്ക് നാം തീർച്ചയായും ഈ വിഷയത്തിൽ കൃത്യമായ ഒരു നിലപാട് എത്തിച്ചേരേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ദീനിന്റെ വാഹകരാക്കുവാൻ, വരും തലമുറകളിലേക്ക് അതിനെ കൈമാറ്റം ചെയ്യുന്നവരാക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آله وصحبه أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. യഥാർത്ഥ മുത്തഖികളായി ദീനിന്റെ വാഹകരായി ജീവിതം നയിക്കുവാൻ ഒരിക്കൽ കൂടി നാം ഏവരെയും വസിയത്ത് ചെയ്യുകയാണ്, ഓർത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മക്കൾക്ക് നാം നൽകേണ്ട മഹത്തായ സമ്മാനത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട്. മക്കൾക്ക് സമ്മാനം നൽകുക എന്ന് പറയുമ്പോൾ പലപ്പോഴും താൽക്കാലികമായി അവരെ സന്തോഷിപ്പിക്കുന്ന എന്തെങ്കിലും ഉപകരണങ്ങളെ കുറിച്ച്, കളിക്കോപ്പുകളെ കുറിച്ച് ഒക്കെ ആയിരിക്കും നാം ആലോചിക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തെ പുനർനിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മഹത്തായ സമ്മാനത്തെ കുറിച്ചാണ് പറഞ്ഞത്. മാ നഹല വാലിദുൻ വലദഹു മിൻ നഹലിൻ അഫ്ളല മിൻ അദബിൻ ഹസൻ. ഒരു മാതാപിതാക്കൾക്കും ഒരു പിതാവിനും തന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും ഉത്കൃഷ്ടമായ മറ്റൊരു സമ്മാനവും നൽകുവാനില്ല, ഏറ്റവും ഉത്കൃഷ്ടമായ സംസ്കാരമല്ലാതെ എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മുടെ മക്കൾക്ക് എന്താണ് നാം പകർന്നു നൽകുന്നത്? കേവലം അവരുടെ ഭൗതികമായ ഭാവി ഭദ്രമാക്കുവാൻ ആവശ്യമായ സംവിധാനം മാത്രമാണോ? അതല്ല, അവരുടെ പരലോകം രക്ഷപ്പെടണം എന്ന കാഴ്ചപ്പാട് നമ്മുടെ മനസ്സിൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ടോ? ആലോചിക്കേണ്ട വിഷയമാണ്. മക്കൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട്, അതിനു പുറമെ ട്യൂഷനുണ്ട്, അതിനും പുറമെ വേറെയും പല ക്ലാസ്സുകൾക്കും പോകുന്നുണ്ട്, ഡ്രോയിങ്ങിനും പെയിന്റിങ്ങിനും ഡാൻസിനും ഒക്കെ പോകുന്നുണ്ട്. പിന്നെ എവിടെയാണ് സമയം? ഇങ്ങനെയൊരു ചോദ്യമാണ് പലപ്പോഴും മാതാപിതാക്കളിൽ ഉണ്ടാകുന്നത്. ഇത് നിസ്സഹായാവസ്ഥയാണ്. അങ്ങനെയല്ലല്ലോ. പ്രഥമ പരിഗണന അല്ലാഹുവിന്റെ ദീനിന് നൽകാൻ കഴിയണം. ഒരു നാൾ വരും, നാം ഒരുപക്ഷെ ആശുപത്രിയിൽ അല്ലെങ്കിൽ വീട്ടില് ഇങ്ങനെ കിടക്കുന്ന ഒരു സാഹചര്യം, അന്ന് നമ്മുടെ മക്കൾ നമ്മൾ കാണാൻ വരും. ആ സമയത്ത് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് നൽകാൻ കഴിയുന്ന വസിയത്ത് സ്വീകരിക്കുവാൻ അവർ സന്നദ്ധമാകുമോ ഇല്ലയോ? വിശുദ്ധ ഖുർആൻ അത്തരമൊരു സാഹചര്യം എടുത്തു പറയുന്നുണ്ട്. ഒന്ന് വിശ്വസിക്കും മക്കളെ എന്ന് മാതാപിതാക്കൾ യാചിക്കുമ്പോൾ അതൊക്കെ മുത്തശ്ശി കഥകളാണ്, ഉമ്മ വാപ്പ എന്ന മുഖത്ത് നോക്കി പറയുന്ന ഒരു സാഹചര്യം ഖുർആൻ എടുത്തു പറയുന്നു. തീർച്ചയായും മക്കൾക്ക് പരലോക ബന്ധിതമായ ഒരു കാഴ്ചപ്പാട് ജീവിതത്തെക്കുറിച്ച് രൂപപ്പെടുത്തി കൊടുക്കാൻ കഴിയണം. എങ്കിൽ മാത്രമാണ് മനസ്സമാധാനത്തോടെ നമുക്ക് ദുനിയാവ് വിട്ടു പോകാൻ കഴിയുക. മാത്രമല്ല, നമ്മുടെ കാലശേഷം നമ്മുടെ ഖബറിൽ നമ്മുടെ മക്കൾ വന്ന് സലാം ചൊല്ലുന്ന പ്രാർത്ഥിക്കുന്ന സാഹചര്യം ഉണ്ടാവുക. അതിനാൽ നമ്മുടെ മദ്രസ സംവിധാനം ഏറ്റവും കാര്യക്ഷമമായ രൂപത്തിൽ തന്നെ പ്രയോജനപ്പെടുത്താൻ നാം തീരുമാനമെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പഠിച്ചവനെ, നിന്റെ ദീനിന്റെ വാഹകരായി ഞങ്ങളുടെ മക്കളെ
അന്ത്യനാൾ വരെയും ഞങ്ങളുടെ